ദീപം ദീപം നമസ്കാരം. നവരാത്രിയുടെ പുണ്യസന്ധ്യയിൽ സന്ധ്യാദീപത്തിലേക്ക് ഏവർക്കും സ്വാഗതം. നവരാത്രികളിൽ രണ്ടാമതായി ആരാധിക്കപ്പെടുന്നത് ബ്രഹ്മചാരിണിയെയാണ്. ആത്മവിശുദ്ധിയുടെ പ്രതീകമാണ് ദുർഗയുടെ ബ്രഹ്മചാരിണീ ഭാവം. ഏവർക്കും ആത്മവിശുദ്ധിയുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ സന്ധ്യാദീപം ആരംഭിക്കുന്നു. സമയത്തിൻ്റെ ചെറിയ അളവാണ് മാത്ര. ലളിതാ സഹസ്രനാമം തുടങ്ങുന്നത് ഓം ശ്രീ മാത്രേ നമഃ എന്നാണ്. അനന്തമായ കാലത്തിൻ്റെ ഓരോ മാത്രയിലും കുടികൊള്ളുന്ന സമയേശ്വരിയായ അമ്മയാണ് ഇത് കുറിക്കുന്നത്. പ്രാർത്ഥനകൾ വെറും വാക്കുകളുടെ കൂട്ടമല്ല, ശക്തിയുടെ സംഭരണികളാണ്. കേൾക്കാം ഇന്നത്തെ സന്ധ്യാനാമം. जनकसुता कूचकुङ्कुम पङ्गित लाञ्जनु रे रे बलिहरु रे खगवाहन काञ्चीपुरी नीलये जनकसुता कूचकुङ्कुम पङ्गित लाञ्जनु रे रे बलिहरु रे खगवाहन करिरक्षक भुजविक्रम कामितफलदायक करिरक्षक भुजविक्रम करिवरद कल्याण पेरुं देवी मनोहरु रे करिवरद कल्याण पेरुं देवी करिगिरिनिवासुरे करिगिरिनिवासुरे जनकसुता कूचकुङ्कुम पङ्गितलाञ्जनु रे रे. സകല വേദങ്ങളുടെയും മറുകര കണ്ടവനാണ് മുരുകൻ. ജ്യോതിഷത്തിന്റെ ദേവനായി അദ്ദേഹം കണക്കാക്കപ്പെടുന്നു. സ്വന്തം പിതാവായ ശ്രീ പരമേശ്വരന് ജ്ഞാനോപദേശം നൽകിയ ആ മകന്റെ കഥ കേൾക്കാം ഇന്നത്തെ കഥയമമേൽ. എല്ലാ സജ്ജനങ്ങൾക്കും ഹൃദയം നിറഞ്ഞ നമസ്കാരം. കഥയമമ്മയുടെ ഇന്നത്തെ അധ്യായത്തിലേക്ക് എല്ലാവർക്കും ഹാർദവമായ സ്വാഗതം. ഭഗവാൻ സുബ്രഹ്മണ്യ സ്വാമിയെ കുറിച്ചാണല്ലോ നാം സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ഭഗവാന്റെ ക്ഷേത്രങ്ങളെക്കുറിച്ച് പറയുമ്പോൾ ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രങ്ങളിൽ ഒന്നാണ് പഴനി. എങ്ങനെയാണ് ഈ ക്ഷേത്രത്തിന് പഴനി എന്ന പേര് വന്നത് എന്ന് പല ആളുകൾക്കും അറിയുന്നുണ്ടാവില്ല. യഥാർത്ഥത്തിൽ ആ പേരിന് പുറകിലുള്ള കഥയാണ് ഇന്നത്തെ ദിവസം നാം സംസാരിക്കുന്നത്. ജ്ഞാനപ്പഴത്തിൻ്റെ കഥ നമുക്ക് ആദ്യം ഒന്ന് കേൾക്കാം. അതിനുശേഷം അതിൻ്റെ തത്വാംശം എന്തെന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കാം. ഒരിക്കൽ നാരദ മഹർഷി വളരെ വിശേഷപ്പെട്ട ഒരു പഴം, ജ്ഞാനപ്പഴം എന്നാണ് അതിനെ വിളിക്കുന്നത്,
ആ പഴം കൈലാസത്തിൽ ചെന്ന് മഹാദേവന് സമ്മാനിച്ചു. 2 മക്കളുള്ള ഭഗവാന് ഇതാർക്ക് കൊടുക്കണം എന്നുള്ള കാര്യത്തിൽ ചെറിയൊരു സംശയം തോന്നിയതാണ്. ഗണപതി ഭഗവാനാണെങ്കിൽ ഭക്ഷണത്തോട് വലിയ പ്രിയമുള്ള ആളാണ്. മുരുകനാണെങ്കിലും ഈ പഴം കണ്ടപ്പോൾ അത് വേണം എന്നൊരു താല്പര്യമുണ്ട്. അപ്പോൾ ഭഗവാൻ തീരുമാനിച്ചു, നമുക്കൊരു പന്തയം വയ്ക്കാം, നമുക്കൊരു മത്സരം നടത്താം. ഈ മത്സരത്തിൽ ജയിക്കുന്ന ആൾക്ക് ഈ പഴം ലഭിക്കും. അതുകൊണ്ട് ആ മത്സരത്തിന് നിങ്ങൾ തയ്യാറായിക്കൊള്ളൂ എന്ന് പറഞ്ഞു. 2 പേരും, ഗണപതിയും മുരുകനും, ആ മത്സരത്തിന് പങ്കെടുക്കാൻ തയ്യാറായി. അച്ഛൻ പറയുന്നത് പോലെ ഞങ്ങൾ ചെയ്തു കൊള്ളാം എന്ന് പറഞ്ഞിരുന്നു. അമ്മ ശ്രീപാർവതി ആവട്ടെ ഇതൊക്കെ കൗതുകത്തോടു കൂടി ഭഗവാന്റെ അടുത്ത് നിന്ന് വീക്ഷിക്കുന്നുണ്ടായിരുന്നു. ഭഗവാൻ പറഞ്ഞ നിബന്ധന ഇതാണ്: നിങ്ങളിൽ ആരാണോ ആദ്യം ഈ ഭൂമി, പ്രപഞ്ചം മുഴുവൻ 3 തവണ പ്രദക്ഷിണം ചെയ്തു വരുന്നത്, അവർക്ക് ഈ പഴം സമ്മാനമായിട്ട് ലഭിക്കും. മറക്കരുത്, 3 തവണ ഈ ലോകം മുഴുവൻ ചുറ്റി സഞ്ചരിച്ച് വരണം. ഇതാണ് ആ പന്തയം. ഇത് കേട്ട ഉടനെ തന്നെ ഭഗവാൻ സുബ്രഹ്മണ്യ സ്വാമി തൻ്റെ വാഹനമായിട്ടുള്ള മയിലിനെ അടുത്തേക്ക് വിളിച്ചു. മയിലിനോട് ഭഗവാൻ പറഞ്ഞു, മയിലേ, നമുക്ക് പെട്ടെന്ന് പോയിട്ട് തിരിച്ചു വരണം, എന്നാലേ നമുക്ക് പഴം കിട്ടുള്ളൂ. ആ പഴത്തിൻ്റെ ഒരു ഭാഗം ഞാൻ നിനക്കും തരാം, വല്ല രുചിയുള്ള പഴമാണ്, അത് ഏട്ടന് കൊടുക്കാൻ നമ്മൾ സമ്മതിക്കരുത്, നമുക്ക് പെട്ടെന്ന് പോയി തിരിച്ചു വരണം എന്ന് പറഞ്ഞ് ഭഗവാൻ ആ വാഹനത്തിൻ്റെ മുകളിൽ കയറി ലോകസഞ്ചാരത്തിനായിട്ട് പുറപ്പെട്ടു. പാവം ഗണപതി ഭഗവാനാണെങ്കിൽ അദ്ദേഹത്തിന് ഇത്തരത്തിൽ വേഗത്തിൽ സഞ്ചരിക്കുന്ന വാഹനമൊന്നുമില്ല. അദ്ദേഹത്തിൻ്റെ വാഹനം മൂഷികനാണ്. പാവം മൂഷികൻ ഭഗവാനെ നമസ്കരിച്ചുകൊണ്ട് പറഞ്ഞു, ഭഗവാനെ, എനിക്ക് എൻ്റെ ഈ ശരീരം വെച്ച് അതൊന്നും സാധിക്കുന്നത് തോന്നുന്നില്ല, അങ്ങയുടെ ഇച്ഛയുണ്ടെങ്കിൽ ഞാൻ ശ്രമിച്ചു നോക്കാം എന്നാണ് മൂഷികൻ പറഞ്ഞത്. പാവം ഗണപതി ഭഗവാൻ മൂഷികൻ്റെ ആ നെറുകിലൊന്ന് വാത്സല്യത്തോടു കൂടി തലോടി, മൂഷിക, ഇതിലെന്താണ് ചെയ്യേണ്ടത് എന്ന് എനിക്ക് നന്നായി അറിയാം എന്ന് പറഞ്ഞ് ഭഗവാൻ എന്തോ ഉള്ളിൽ തീരുമാനിച്ചുറപ്പിച്ചതുപോലെ നേരെ തൻ്റെ അച്ഛൻ്റെയും അമ്മയുടെയും ആ പീഠത്തിനരികിലേക്ക് ചെല്ലുന്നു. 2 പേരെയും സാഷ്ടാംഗം നമസ്കരിക്കുന്നു. ആ പാർവതി പരമേശ്വരന്മാരിരിക്കുന്ന ആ പീഠത്തിന് ചുറ്റും ഉണ്ണി ഗണേശൻ 3 തവണ പ്രദക്ഷിണം വയ്ക്കുന്നു. ഭഗവാൻ മഹാദേവന് മനസ്സിലായി എന്താണ് ഗണേശൻ ചെയ്തത്. തൻ്റെ അച്ഛനും അമ്മയാണ് എൻ്റെ ലോകം, അതിനുശേഷമേ എനിക്ക് എന്തുള്ളൂ. നിങ്ങളെ ഞാൻ ചുറ്റിയ സമയത്ത് ഈ പ്രപഞ്ചത്തെ മുഴുവൻ തന്നെയാണ് ഞാൻ പ്രദക്ഷിണം വെച്ചത് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അതുകൊണ്ട് ഈ മത്സരത്തിൽ ഞാൻ വിജയിച്ചതായിട്ട് ഞാൻ കരുതുന്നു പിതാവേ എന്ന് വളരെയധികം ഭവ്യതയോടുകൂടി ഗണപതി മഹാദേവനെ അറിയിച്ചു. തൻ്റെ പുത്രൻ്റെ ഈ ഒരു ആ അറിവിൽ ഭഗവാൻ തൻ്റെ മുമ്പിൽ നിൽക്കുന്ന സമയത്ത് പോലും കാണിച്ച ആ വിനയത്തിൽ അത്യധികം സംതൃപ്തനായിട്ടുള്ള മഹാദേവൻ ആ പഴം ഗണപതിക്ക് കൊടുത്തു. ഗണപതിയുടെ കൈകളിലേക്ക് ഈ പഴം വന്ന് വീഴുന്ന സമയത്താണ് സുബ്രഹ്മണ്യ സ്വാമി ആ ലോകസഞ്ചാരമൊക്കെ കഴിഞ്ഞ് താനാണ് വിജയിച്ചത് എന്ന് കരുതി കൈലാസത്തിലേക്ക് തിരിച്ചു വരുന്നത്. അപ്പോൾ ഏട്ടൻ്റെ കയ്യിലാണ് പഴം ഇരിക്കുന്നത്. നിങ്ങളെല്ലാവരും ചേർന്ന് എന്നെ പറ്റിച്ചു. ഇവിടെ ഞാൻ കഷ്ടപ്പെട്ട് ഈ മത്സരം വിജയിച്ച സമയത്ത് മൂത്ത കുട്ടി എന്ന വ്യാജേനെ അവനോടാണ് കൂടുതൽ സ്നേഹം എന്ന് പറഞ്ഞുകൊണ്ട് ആ ഏട്ടനെ നിങ്ങൾ പഴം കൊടുത്തു. അതുകൊണ്ട് ഞാൻ ഇനി ഇവിടെ നിൽക്കില്ല, ഞാൻ ഇനി കൈലാസത്തിൽ താമസിക്കില്ല, ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങുകയാണ് എന്ന് പറഞ്ഞ് ഭഗവാൻ തൻ്റെ സർവ്വ ഐശ്വര്യങ്ങളും വെടിഞ്ഞുകൊണ്ട് ആണ്ടിയുടെ രൂപത്തിൽ, ഒരു ഭിക്ഷാടന രൂപത്തിൽ ഭഗവാൻ മാറി. ഭഗവാൻ ആ കൈലാസത്തിൽ നിന്ന് അന്തർധാനം ചെയ്ത് ഇന്ന് പഴനിമല ഇരിക്കുന്ന ആ കുന്നിന് മുകളിൽ പോയി ഭഗവാൻ പ്രത്യക്ഷപ്പെട്ടു എന്നാണ്. സ്വന്തം മകൻ വീട് വിട്ടിറങ്ങിയത് മനസ്സിലാക്കിയ പരാശക്തി എത്രയൊക്കെയാണെങ്കിലും ഭഗവതിയാണ്, അമ്മയാണ്. അമ്മ പോയിട്ട് മുരുകനോട് പറയുന്നുണ്ട്, മുരുക, നീ തിരിച്ചു വരണം, ഒരു പഴത്തിൻ്റെ പേരിൽ നീ പിണങ്ങി പോകുന്നത് ശരിയാണോ? ഏട്ടൻ ഇതാ നിനക്ക് പഴം തരാനായി തയ്യാറായി നിൽക്കുകയാണ്, നീ തിരിച്ചു വരണം. ഭഗവാൻ ഒരു കാരണവശാലും തൻ്റെ തീരുമാനത്തിൽ നിന്ന് മാറുന്നില്ല, ഞാൻ തിരിച്ചു വരില്ല എന്ന് തീർച്ചയായിട്ടും മുരുകൻ ദേവിയോട് പറയുന്നു. ഈ സമയത്ത് അമ്മ പറയുന്ന ഒരു വരിയുണ്ട്, ആ വരിയാണ് നമ്മൾ ശ്രദ്ധിച്ച് കേൾക്കേണ്ടത്. മോനെ, നീ ഒരു പഴത്തിന് വേണ്ടി വീട് വിട്ടിറങ്ങുന്നോ? യഥാർത്ഥത്തിലുള്ള പഴം നീ തന്നെയല്ലേ എന്നാണ് ചോദിക്കുന്നത്. ആര്? സാക്ഷാൽ ജഗദംബിക ശ്രീപാർവതി ചോദിക്കുന്നത് ആരോടാണ്? മഹാദേവന്റെ മുഴുവൻ ചൈതന്യവും നിറഞ്ഞു നിൽക്കുന്ന ആ സുബ്രഹ്മണ്യ സ്വാമിയോട്. അങ്ങനെ പഴം നീയല്ലേ എന്ന് ചോദിച്ചത് കൊണ്ടാണ് ആ സ്ഥലത്തിന് പഴനി എന്ന പേര് വന്നത്. ഈ കഥ കേൾക്കാൻ നമുക്ക് വലിയ താല്പര്യമായിരിക്കും. പക്ഷെ എന്താണ് ഭഗവാൻ തന്നെ കാണാൻ വരുന്ന ആളുകളോടൊക്കെ പറയുന്നത്? ഇതേ വാചകം തന്നെയാണ്. ഏത്? പഴം നിങ്ങൾക്ക് തന്നെയാണ്. ഏത് പഴം? ജ്ഞാനപ്പഴം. ജ്ഞാനം എന്നുള്ളത് കൊണ്ട് അറിവ് എന്നാണ് അർത്ഥം. എന്താണ് പരമമായിട്ടുള്ള അറിവ്? എന്നിലിരിക്കുന്ന അതേ ചൈതന്യം തന്നെയാണ്
നിന്നിലും ഇരിക്കുന്നത്. ഏതൊരു ഭഗവാനെ കാണാനാണോ 41 ദിവസം വ്രതമെടുത്ത് കെട്ടും കെട്ടി മലകൾ താണ്ടി 18 പടികൾ ചവിട്ടി നാം ചെല്ലുന്ന സമയത്ത് ആ ഭഗവാന്റെ വേദവാക്യം തത്വമസി, എന്നിലുള്ളത് തന്നെയാണ് നിന്നിലുള്ളതും, നീയും ഞാനും ഒന്നാണ് എന്നുള്ള വേദവാക്യം, അത് സാധാരണ തമിഴ് ഭാഷയിൽ പഴം നീ തന്നെയാണ് എന്ന് മുരുകൻ അവിടെ പറഞ്ഞു വയ്ക്കുന്നു. ആത്യന്തികമായിട്ട് അദ്വൈത സിദ്ധാന്തം വേദതത്വം തന്നെയാണ് ആ കഥയിലൂടെ ഭഗവാൻ നമുക്ക് പഠിപ്പിച്ചു തന്നത്. അതുകൊണ്ട് പഴനിക്ക് പോകുന്ന സമയത്ത് നമുക്കുണ്ടാവേണ്ട ധാരണ എന്താണ്? യഥാർത്ഥത്തിൽ അവിടെ പോയാൽ കിട്ടുന്ന യഥാർത്ഥത്തിലുള്ള പഞ്ചാമൃതം എന്ന് പറയുന്നത് എന്താണ്? ആ ഭഗവാനിലിരിക്കുന്ന ചൈതന്യം തന്നെയാണ് എന്നിലുമുള്ളത് എന്നുള്ള വലിയ തിരിച്ചറിവാണ്. ആ തിരിച്ചറിവിൻ്റെ ജ്ഞാനപ്പഴം നമുക്ക് എല്ലാവർക്കും ഭഗവാൻ ഓരോ ദിവസവും പ്രദാനം ചെയ്യട്ടെ എന്ന് ഭഗവാനോട് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ ഈ കഥയമ്മയുടെ അധ്യായത്തിൽ നിന്ന് വിടവാങ്ങുന്നു. മറ്റൊരു കഥയുമായി വീണ്ടും നാളെ കണ്ടുമുട്ടുന്നത് വരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം. നവഗ്രഹങ്ങളെ ദൈവികമായ പരിവേഷം നൽകി ആരാധിക്കുന്ന സമ്പ്രദായം ഹൈന്ദവർക്കിടയിൽ നിലവിലുണ്ട്. നവഗ്രഹ പ്രതിഷ്ഠകളുള്ള അമ്പലങ്ങൾ ഇന്ന് ധാരാളമുണ്ട്. ജീവിതത്തിലെ ദുർദശാകാലങ്ങളെ തരണം ചെയ്യാൻ ഇവ നമ്മെ സഹായിക്കുന്നു. കാണാം ദീപാരാധന കാഴ്ച. അലയാഴി അവിരതം നാമജപം മുഴക്കിക്കൊണ്ടിരിക്കുന്ന ശംഖുമുഖം കടൽ തീരം. അന്തരീക്ഷത്തിൽ ആകമാനം കടൽ കടന്നെത്തുന്ന കാറ്റിൻ്റെ ആർദ്രത. ജീവിതമാകുന്ന മഹാസാഗരത്തിനു മുന്നിൽ കരണീയമെന്തെന്നറിയാതെ പരിങ്ങിയും ഉള്ളുരുകിയും നിൽക്കുന്ന ഭക്തരെ തലോടുന്ന മാതൃവാത്സല്യത്തിൻ്റെ പ്രതീകമായി അമ്മ മഹാമായ കുടികൊള്ളുന്ന ദിവ്യസന്നിധി. ഇതാണ് ശംഖുമുഖം ദേവീക്ഷേത്രം. നന്ദിനി മാമയി പാർവണേന്ദു സമവദനേ അംബ പാഹി പർവത നന്ദിനി മാമയി പാർവണേന്ദു സമവദനേ അംബ പാഹി പർവത. ഇതിന്റെ ഉൽപ്പത്തി കഥ ചരിത്രത്തിനും അപ്പുറത്തേക്ക് നീണ്ടുകിടക്കുന്നതിനാൽ അതറിയണമെങ്കിൽ കടലിനോട് തന്നെ ചോദിക്കണം. കേരളം സൃഷ്ടിച്ച പരശുരാമൻ കേരളത്തിലുടനീളം നടന്ന് ആരാധനാലയങ്ങൾ നിർമ്മിക്കുന്ന കാലം. മലയോരങ്ങളിൽ ശാസ്താക്ഷേത്രങ്ങളും തീരദേശങ്ങളിൽ ദേവീക്ഷേത്രങ്ങളും അദ്ദേഹം നിർമ്മിച്ചു. അത്തരത്തിൽ പരശുരാമനാൽ പ്രതിഷ്ഠിതമായതാണ് ഈ ക്ഷേത്രത്തിലെ വിഗ്രഹവും എന്നാണ് ഐതിഹ്യം. പരശുരാമൻ പ്രതിഷ്ഠിച്ച 108 ദുർഗാലയങ്ങളിൽ ഒന്നാണ് ശംഖുമുഖം ദേവീക്ഷേത്രം. ദക്ഷിണ പശ്ചിമ ഭാഗങ്ങൾ സമുദ്രത്താൽ ചുറ്റപ്പെട്ട് കിടക്കുന്ന ഈ പ്രദേശം ഒരു കാലത്ത് അസുരഗുരുവായ ശുക്രാചാര്യരുടെ യാഗഭൂമിയായിരുന്നു എന്നൊരു വിശ്വാസമുണ്ട്. യാഗഭൂമിയിൽ അനേകം നാളുകൾ ശുക്രാചാര്യരും ഭാര്യയും ദേവീധ്യാന നിരതരായി ഇരുന്നിട്ടും ദേവി കണ്ണു തുറന്ന് കടാക്ഷിച്ചില്ല. ദുഃഖിതനായ ശുക്രാചാര്യർ ദേവിയെ ഉണർത്തുന്നതിനു വേണ്ടി തന്റെ കയ്യിലിരുന്ന ശംഖ് ഉച്ചത്തിൽ വിളിച്ചുവെന്നും അത് കേട്ട് കൺതുറന്ന ദേവി ശംഖും അതിനു പിന്നിൽ മുഖവുമാണ് ആദ്യം ദർശിച്ചത്. അതിനാലാണ് ഈ പ്രദേശം ശംഖുമുഖം എന്നറിയപ്പെട്ടതെന്നും വിശ്വസിക്കുന്നവരുണ്ട്. ഈ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട അനവധി ഐതിഹ്യ കഥകളും ചരിത്ര സൂചനകളും വിശ്വാസങ്ങളും നിലവിലുണ്ട്. ദുർഗാക്ഷേത്ര നാമാവലിയിൽ പരാമർശിക്കുന്ന ആഴിയൂർ ക്ഷേത്രം ഇതാണെന്നാണ് ഒരു വിശ്വാസം.
തിരുവിതാംകൂർ രാജവംശത്തിലെ എട്ടരയോഗത്തിന്റെ ഭാഗമായിരുന്ന പൂബക്കര പോറ്റിമാരുടേതാണ് ക്ഷേത്രമെന്നാണ് മറ്റൊരു വിശ്വാസം. ശ്രീകോവിലിൽ 4 തൃക്കൈകളോടെ സ്ഥിതി ചെയ്യുന്ന ദുർഗാദേവി ശംഖും ചക്രവും അമ്പും വില്ലും ധരിച്ച രീതിയിലാണ് ദർശനമരുളുന്നത്. മഹിഷാസുര മർദിനി എന്ന രീതിയിൽ കുടികൊള്ളുന്ന അമ്മ പത്മനാഭ സഹോദരിയായി കണക്കാക്കപ്പെടുന്നു. പ്രതിഷ്ഠ എന്ന് പറഞ്ഞാൽ മഹിഷാസുര മർദിനിയാണ്. അത് നമ്മൾ സ്വാത്വികമായിട്ട് ദുർഗയുടെ പൂജയാണ് ഇവിടെ ചെയ്യുന്നത്. കാരണം അത്രയും രൗദ്രഭാവത്തിൽ നിൽക്കുന്ന ദേവിയെ സ്വാത്വികമായിട്ടാണ് ഇവിടെ ദുർഗാഭാവത്തിലാണ് ഇവിടെ പൂജിക്കുന്നത്. പാടിച്ച് സന്തതിയുടെ ദോഷങ്ങൾ ഒഴിയാൻ നാഗരാജാവ് നാഗേക്ഷിയമ്മ തിരുമുൻപാകെ ശത്രുബാധൽ അകറ്റണമേ, വിഷഭയങ്ങൾ ഒഴിയണം, രാഗുർദോഷം തീരേണം സന്തതിക്ക് പാടിക്കുമ്പോൾ. തൃപ്പദ പത്മത്തിൽ അർപ്പിതമാകും ആത്മാവിനു പൂക അപ്പുറമുണ്ടോ മുപ്പാരിടമതിൽ മറ്റൊരു പരമപദം. തീരപ്രദേശമായതുകൊണ്ട് തന്നെ ക്ഷേത്രാങ്കണം മണൽ പരപ്പാണ്. പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾ ക്ഷേത്രത്തിന്റെ ഗാംഭീര്യം വർദ്ധിപ്പിച്ചിട്ടുണ്ട്. ശ്രീകോവിലിന് ചുറ്റുമുള്ള ഇടനാഴി മറ്റു ക്ഷേത്രങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി അടഞ്ഞതായാണ് കാണപ്പെടുന്നത്. ദുർഗാഷ്ടമി, മഹാനവമി, വിജയദശമി എന്നിവ വിപുലമായി ഇവിടെ ആഘോഷിച്ചു വരുന്നു. ഓരോ മാസത്തിലെയും വെളുത്ത വാവ് ഇവിടുത്തെ ഒരു പ്രധാന ദിവസമാണ്. മീനമാസത്തിലെ കാർത്തികയ്ക്ക് ആറാട്ട് വരുന്ന രീതിയിലാണ് ഇവിടെ 10 ദിവസത്തെ ഉത്സവം നടക്കുന്നത്. മാർത്താണ്ഡവർമ്മയുടെ കാലം മുതൽ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ ആറാട്ടിനു വേണ്ടിയുള്ള എഴുന്നള്ളത്ത് വേളയിൽ ദേവിക്ക് 16.25 പണം കാണിക്ക വയ്ക്കുന്ന ഏർപ്പാട് ഉണ്ടായിരുന്നു. അത് ഇന്നും തുടരുന്നു. ഇത് ഒരു കാലത്ത് ക്ഷേത്രത്തിന് ലഭിച്ചിരുന്ന രാജകീയമായ പരിഗണനയുടെ സൂചനയാണ്. സ്വാമിയുടെ സഹോദരിയാണ് ശംഖുമോൻ ദേവി. അപ്പോൾ അവിടുത്തെ വർഷത്തിൽ നടക്കുന്ന 2 ആറാട്ടിനും ഇവിടെ ഏറ്റവും ഉത്സവം തുടങ്ങുന്നതിന് മുമ്പിലെ 16 പൊൻപണം ദേവിക്ക് സമർപ്പിച്ചിട്ടാണ് ആറാട്ടിന് ദേവി ഇറങ്ങുന്നത് തന്നെ. കുരുക്ഷേത്ര യുദ്ധകാലത്ത് തന്റെ ശിഷ്യന്മാരും തന്റെ സൈന്യങ്ങളും തന്റെ സഹോദരനും വിവിധ ചേരിയിലായി ചിതറിക്കിടന്ന് പരസ്പരം യുദ്ധത്തിലേർപ്പെടുന്നത് കണ്ട് മനസ്സുമടുത്ത ബലരാമൻ തീർത്ഥയാത്രയ്ക്കായി പോയി എന്നും ആ തീർത്ഥയാത്രയ്ക്കിടയിൽ ഈ പ്രദേശവും സന്ദർശിച്ചു എന്നുമാണ് ഒരു വിശ്വാസം. ഈ ദിവ്യസന്നിധിയിലെ പ്രാർത്ഥന വിവാഹ തടസ്സം നീങ്ങുന്നതിനും കുടുംബബന്ധം ദൃഢമാകുന്നതിനും സഹായിക്കുന്നു എന്നൊരു വിശ്വാസം നിലനിൽക്കുന്നതിനാൽ ഒരു കാലത്ത് ധാരാളം വിവാഹങ്ങൾ ഈ ക്ഷേത്രസന്നിധിയിൽ നടത്തപ്പെട്ടിരുന്നു. പിന്നീട് ക്ഷയിച്ചുപോയ ക്ഷേത്രം ഇന്ന് പൂർവ്വകാല പ്രൗഢിയെയും വെല്ലുന്ന തരത്തിൽ പുനരുദ്ധരിക്കപ്പെട്ടിരിക്കുന്നു. ക്ഷേത്രക്കിണറിനു വേണ്ടി തൊട്ടിയും കയറും സമർപ്പിക്കുന്നത് ആസ്മ രോഗ നിവാരണത്തിന് പ്രതിവിധിയായി കണക്കാക്കപ്പെടുന്നു. ഇന്ന് വൈകുന്നേരം സമർപ്പിച്ചത് പിറ്റേ ദിവസം രാവിലെ ഇവിടുത്തെ കിണറിന്ന് നമ്മൾ ആ തൊട്ടിയും കയറും വെച്ചാണ് വെള്ളം കോരി ദേവിക്ക് അഭിഷേകം കഴിച്ച് അന്ന് രാവിലെ ആ തീർത്ഥം പഥ്യത്തോടു കൂടി സേവിക്കുക എന്നുള്ളതാണ്. പ്രശാന്ത ചാരുതയാൽ സഞ്ചാരികളെയും വിശ്വാസപ്പെരുമയാൽ ഭക്തജനങ്ങളെയും ഒരുപോലെ ആകർഷിച്ചുകൊണ്ട് മാതൃഭാവത്തോടെ
ദുർഗാ ഭഗവതി ഇവിടെ കുടിയിരിക്കുന്നു. അറിവിൻ്റെയും ശക്തിയുടെയും ബുദ്ധിയുടെയും ദേവതയാണ് ദുർഗ. ദുർഗാ പ്രസാദം ഏവർക്കും ലഭിക്കട്ടെ എന്ന ആശംസയോടെ ഇന്നത്തെ സന്ധ്യാദീപത്തിൻ്റെ തിരി താഴ്ത്തുന്നു. നന്ദി.